It was a psychological change, almost as if some expert in psychoanalytic method had probed deep into the patient's mind or patient's past, found out the origin of his problem complexes, exposed them to his views, and thus ride off the burden. ഒരു സൈക്കോ അനലിറ്റിക് ടെക്നിക്കിലൂടെ ഒരു സൈക്കോളജിസ്റ്റ് നമ്മളെ മൈൻഡിനെ അഫക്റ്റ് ചെയ്തിരുന്ന പ്രോബ്ലത്തെ ഫൈൻഡ് ചെയ്യുകയും നമ്മളെ മൈൻഡിൽ നിന്ന് ആ പ്രോബ്ലത്തെ ഗെറ്റ് റൈഡ് ചെയ്യുകയും ഒഴിവാക്കുകയും നമുക്ക് എങ്ങനെ ഒരു സൈക്കിക് റിലീഫ് നൽകുകയും ചെയ്യുന്നു. അത്തരത്തിലുള്ള ഒരു സൈക്കോളജിക്കൽ ചേഞ്ച്, ഒരു സൈക്കോളജിക്കൽ ടെക്നിക്കായിരുന്നു ഗാന്ധിയും ഉപയോഗിച്ചിരുന്നത്. നമ്മളെ ഒരുമിപ്പിക്കാൻ മനസ്സുകൊണ്ട് നമ്മൾ എല്ലാവരും ഐക്യത്തിൽ ഏർപ്പെടുകയും മനസ്സുകൊണ്ട് ഒരു ഇൻഡിപെൻഡൻസ് വാറിന് തയ്യാറാവുകയും ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മാനസികമായി മാറ്റം ഉണ്ടാവണം. ആ മാറ്റത്തിന് ഗാന്ധി തുടക്കം കുറിച്ചു എന്ന് മനസ്സിലാക്കാം. There was a psychological reaction also, a feeling of shame at our long submission to an alien rule that had disregarded and humiliated us, and desire to submit no longer, whatever the consequences may be. ഒരു സൈക്കോളജിക്കൽ റിയാക്ഷൻ surely visible there. We have a feeling of shame for our long submission under the British rule as a degraded, humiliated state. We have a desire to become no longer submit in front of such an alien power, whatever the consequences might be. പരിണിതഫലം എന്തു തന്നെയാണെങ്കിലും ബ്രിട്ടീഷ് റൂളിനും കീഴിൽ, ഒരു സാമ്രാജ്യ വിദേശ ശക്തിക്ക് കീഴിൽ ഇത്രത്തോളം അധപ്പതിച്ച രീതിയിൽ ഇനി ഒരിക്കലും ഞങ്ങൾ അടിയറവ് പറഞ്ഞു ആസ് എ സ്ലേവ്സ്, അടിമകളെ പോലെ ജീവിക്കാൻ തയ്യാറല്ല എന്ന ഒരു മാനസിക ബോധം, ഒരു തിരിച്ചറിവ് ഇന്ത്യക്കാർക്കുണ്ടായി. We did not grow much more truthful perhaps than we had been previously. But Gandhi was always there, was a symbol of uncompromising truth to pull up and to shame us into truth. We are not much truthful previous. We are not much truthful before. But when Gandhi was stand there as an uncompromisable symbol of truth, we felt shame. നമ്മൾ അത്ര വലിയ ട്രൂത്ത്ഫുൾ ഒന്നും ആയില്ല, അത്ര അധികം ട്രൂത്ത്ഫുൾ ആയി മാറാനും നമുക്ക് കഴിയില്ല. ഇറ്റ് വാസ് അവർ എസെൻഷ്യൽ നേച്ചർ. But our leader Gandhi was stand there as an uncompromisable symbol for truth. സത്യത്തിൽ ഒരിക്കലും വിട്ടുവീഴ്ചയില്ലാത്തൊരു പ്രതീകമായി നമ്മുടെ ലീഡർ മുന്നിൽ നിൽക്കുമ്പോൾ ഇന്ത്യക്കാർക്ക് എന്തു തോന്നി? സത്യസന്ധത കാണിക്കാത്തതിൽ ഷെയിം, ലജ്ജ തോന്നി. നമ്മളും കുറെയൊക്കെ മാറി. What is truth? Nehru put forward a question in front of us. What is truth? I do not know for certain, according to Nehru. Perhaps our truth are relative and absolute truth is beyond. എന്താണ് ട്രൂത്ത് എന്ന് ചോദിച്ചാൽ അതിനൊരു കൃത്യമായ ഉത്തരം എനിക്ക് തന്നെ അറിയില്ല എന്ന് നെഹ്റു പറയുന്നു. നമ്മുടെ ട്രൂത്ത് പലപ്പോഴും റിലേറ്റീവ് ആയിരിക്കാം, ആപേക്ഷികമായിരിക്കാം. അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ട്രൂത്ത് നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറമായിരിക്കാം. ഡിഫറെന്റ് പേഴ്സൺ മേ ആൻഡ് ടേക്ക് ഡിഫറെന്റ് വ്യൂസ് ഓഫ് ട്രൂത്ത്. വ്യക്തികളുടെ കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ട്രൂത്തും വ്യത്യസ്തമാണ്. ഓരോരുത്തർക്കും അവരുടെ കാഴ്ചപ്പാടിലൂടെ സത്യം വേറെയായിരിക്കാം. ആൻഡ് ഈച്ച് ഇൻഡിവിജ്വൽ പവർഫുള്ളി ഇൻഫ്ലുവൻസ്ഡ് ബൈ ഹിസ് ഓൺ ബാക്ക്ഗ്രൗണ്ട്, ട്രെയിനിങ്, ഇമ്പൾസ്. ഓരോരുത്തരുടെയും ബാക്ക്ഗ്രൗണ്ട്, അവരുടെ ട്രെയിനിങ്, എക്സ്പീരിയൻസ്, മോട്ടിവേഷൻസ് ഒക്കെ ഡിഫറെന്റ് ആവുന്നത് കൊണ്ട് തന്നെ അവരുടെ കാഴ്ചപ്പാടിലും ട്രൂത്തും എന്ത് തന്നെയായിരിക്കും? ഡിഫറെന്റ് തന്നെയായിരിക്കും. സോ ഓൾസോ ഗാന്ധി. But truth is at least for an individual what he himself feel and know to be true. ഗാന്ധി ഇപ്രകാരമാണ് പറഞ്ഞത്:
എന്താണ് ട്രൂത്ത് എന്ന് ചോദിച്ചാൽ, വാട്ട് ആൻ ഇൻഡിവിജ്വൽ ഫീൽ ഹിംസെൽഫ്, വാട്ട് ഹി നോ ടു ബി എ ട്രൂ. ഒരാൾക്ക് എന്താണ് സ്വയം സത്യമെന്ന് തോന്നുന്നു, അതാണ് അയാളുടെ സത്യം, അതാണ് സത്യം എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു ദിസ് ഡെഫിനിഷൻ, ഐ ഡു നോട്ട് നോ എനി പേഴ്സൺ ഹു ഹോൾഡ് ട്രൂത്ത് ആസ് ഗാന്ധി ഡസ്. ഈ ഒരു ഡെഫിനിഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഗാന്ധിയോളം ട്രൂത്തിനെ ഹോൾഡ് ചെയ്യുന്ന ഒരു വ്യക്തിയെ എനിക്കറിയില്ല. ആൻഡ് ആൾസോ ദാറ്റ് ഈസ് എ ഡേഞ്ചറസ് ക്വാളിറ്റി ഓഫ് എ പൊളിറ്റീഷ്യൻ. ഒരു പൊളിറ്റീഷ്യന്റെ ഏറ്റവും ഡേഞ്ചറസ് ക്വാളിറ്റി എന്താണ്? അയാൾ സത്യം പറയുക എന്നുള്ളതാണ്. സത്യം പറയുന്നവർക്ക് സാധാരണ പൊളിറ്റിക്സിൽ നിലനിൽക്കാനും സാധിക്കില്ല. Because for he speak out whatever in his mind and even lets the public see its changes perhaps. മൈൻഡിലുള്ളതെല്ലാം അദ്ദേഹം എന്ത് ചെയ്യും? പുറന്നു പറയും. അത് പലർക്കും ഇഷ്ടപ്പെടില്ല. എങ്കിൽ മാറ്റങ്ങൾക്ക് വിധേയമാവും സത്യങ്ങൾ വെളിപ്പെടുത്തപ്പെടുമ്പോൾ. ഗാന്ധിയോളം സത്യസന്ധതയുള്ള ഒരു മനുഷ്യനെ ഞാൻ ഈ ലോകത്ത് കണ്ടിട്ടില്ല എന്ന് നെഹ്റു പറയുന്നു. ഗാന്ധി ഇൻഫ്ലുവൻസ്ഡ് millions of people in millions of ways. It was varying in degrees. Some changed the whole texture of their lives. Others were only partially affected, or the effect wore off. And yet not quite, for some part of it could not be wholly shaken off. Different people reacted differently and each will give his own answer his questions. The Gandhian influence, Gandhian ideals influence, it was varying degree in our people. The people reacted in their own way. Some were affected completely, some were partially. They reacted differently and their answers in varying degrees. His call of actions was twofold. There was, of course, action involved in challenging and resisting foreign rules. There were also, with the leaders, the fighting against our own social evils. ഗാന്ധിയൻ ആക്ഷൻസ് എന്ന് പറയുന്നത് രണ്ട് തലങ്ങളിലായിരുന്നു എന്നാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാറ്ററാണ്, നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു വസ്തുതയാണ്. ഗാന്ധിയൻ ആക്ഷൻ രണ്ട് ഫോൾഡിലായിരുന്നു. ഏതൊക്കെയാണ് ഗാന്ധിയൻ ആക്ഷൻസ് ആ രണ്ട് തലങ്ങളിലുള്ളത്? ദ ഫസ്റ്റ് വൺ ഈസ് ടു റെസിസ്റ്റിംഗ് ദ ഫോറിൻ റൂൾ, ടു റെസിസ്റ്റിംഗ് ദ ബ്രിട്ടീഷ് ഇമ്പീരിയലിസ്റ്റ് ഓർ ബ്രിട്ടീഷ് കൊളോണിയലിസം. And the second one is the fight against the social evils that existing in our society. Apart from the fundamental objects of Congress, that was the freedom of India and method a peaceful nation. The principal plank of Congress were national unity, which involved the solution of minority problems and the rising of oppressed, depressed classes and the end of course of untouchability. നമ്മുടെ സൊസൈറ്റിയിൽ എക്സിസ്റ്റഡ് ആയിരുന്ന സോഷ്യൽ ഈവിൾസ് ആയിരുന്ന കാസ്റ്റ് സിസ്റ്റം, അൺടച്ചബിലിറ്റി, ഇത്തരം സോഷ്യൽ ഈവിൾസിനെ സൊസൈറ്റിയിൽ നിന്ന് റിമൂവ് ചെയ്തെങ്കിൽ മാത്രമേ ഒരു സോഷ്യൽ യൂണിറ്റി ഉണ്ടാവുകയുള്ളൂ. സോഷ്യൽ യൂണിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള കൺട്രിയെ നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കൂ. അപ്പൊ ഇൻഡിപെൻഡൻസ് എന്നുള്ള ലക്ഷ്യത്തിൽ എത്തണമെങ്കിൽ ഈ ഒരു യൂണിറ്റി അത്യാവശ്യമാണ്. അപ്പൊ അതിനു കൂടെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഗാന്ധിയൻ ആക്ഷൻ ഉണ്ടായിരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. റിയലൈസിംഗ് ദാറ്റ് ദ മെയിൻ purpose of props of British rules were fear. We discussed it in our earlier part. Prestige, the cooperation of people and a certain class whose vested interest were centered the British rule. Gandhi attacked these foundations. ബ്രിട്ടീഷ് റൂള് ഇന്ത്യയിൽ നിലനിൽക്കാനുള്ള കാരണം, what are the reasons though? The first one is the fear. The second one, the prestige.
Third, cooperation of people, our people. And the last one, the vested interest of some classes. ചില ക്ലാസുകളുടെ താല്പര്യങ്ങൾ, പദവികൾ, അഭിമാനം, ഇന്ത്യക്കാരുടെ സഹകരണം, ഇന്ത്യക്കാർക്കുള്ള ബ്രിട്ടീഷുകാരോടുള്ള ഭയം, ഇതെല്ലാം ബ്രിട്ടീഷ് റൂളിന്റെ ഫൗണ്ടേഷനാണ് എന്ന് ഗാന്ധി തിരിച്ചറിഞ്ഞു. Gandhi attacked those foundations. Titles were given up, and up though the title holders respond to only a small measure. Gandhi asked to us to give up our titles. പദവികളും പൊസിഷനുകളും ഒക്കെ ഉപേക്ഷിക്കാൻ ഗാന്ധി റെക്കമെൻഡ് ചെയ്തു. Partially accepted it is. The popular respect for the British rules, British given titles, that was disappeared gradually. Now a new standard and values that set ups in our country. The pomps and splendor of viceregal court were given up, and that suddenly appeared supremely ridiculous. ബ്രിട്ടീഷുകാർ നൽകിയിരുന്ന പദവികൾ, അവർ നൽകിയിരുന്ന സ്ഥാനമാനങ്ങൾ, അതിന്റെ പൊങ്ങച്ചമെല്ലാം നഷ്ടപ്പെട്ടു. അതിന്റെ ഇമ്പോർട്ടൻസും അതിന്റെ ഗ്ലോറിയും ഒക്കെ നഷ്ടപ്പെട്ടു. The rich men were not anxious to their affluent, their riches. Outwardly, at least, many of them adopt simple ways. Their simple dress, they become almost indistinguishable from the humbler folk. ഗാന്ധിയൻ റെക്കമെൻഡേഷൻ പ്രകാരം, ഗാന്ധിയൻ സജഷൻ പ്രകാരം റിച്ചസ്, സമ്പന്നരെല്ലാം എന്ത് ചെയ്തു? അവര് ലളിത ജീവിതത്തിലേക്ക് മാറി. അവരവരുടെ ആഡംബര വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് they select simple ways in their life and simple dress, and they become the part of the common humble folk of our citizens, our people. സൊസൈറ്റിയിൽ ഉണ്ടായിരുന്ന ഡിവിഷൻസ് പാടെ മാറി. വലിയവനും താഴ്ന്നവനും എന്നുള്ള വേർതിരിവില്ലാതായി. അത് രൂപത്തിലും പെരുമാറ്റത്തിലും ഇല്ലാതായി, തിരിച്ചറിയാൻ കഴിയാതായി. എല്ലാവരും ഒറ്റ ജനതയായി മാറി.